ഹലോ, എല്ലാവർക്കും പൂക്കൂടയിലേക്ക് സ്വാഗതം. ഇന്ന് പൂക്കൂട നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് ഗ്ലാഡിയോലുകളാണ്. ക്രേ പേപ്പർ കൊണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുത്ത ഗ്ലാഡിയോലുകളാണിവ. നിങ്ങൾക്കും ഈസിയായി ഇത് ഉണ്ടാക്കിയെടുക്കാം. ഗ്ലാഡിയോലുകൾ ഏതാണ്ട് എല്ലാ നിറത്തിലും സുലഭമാണ്. അതുകൊണ്ട് ഏത് നിറത്തിലുള്ള ക്രേ പേപ്പർ ഉപയോഗിച്ചും നമുക്ക് ഗ്ലാഡിയോലുകൾ ഉണ്ടാക്കിയെടുക്കാം. ഞങ്ങളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഡബിൾ ഷെയ്ഡുള്ള ഒരു ഗ്ലാഡിയോലാണ്. വെള്ള നിറത്തിലുള്ള ഒരു പീസ് ക്രേ പേപ്പറാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഡാർക്ക് പിങ്ക് നിറത്തിലുള്ള ഓയിൽ പേസ്റ്റൽ ഉപയോഗിച്ച് ഈ പേപ്പറിൽ നമുക്ക് ആദ്യം ചെറുതായി ഒന്ന് ഷെയ്ഡ് കൊടുക്കാം. അതിനുശേഷം ഇതുപോലൊരു പാറ്റേൺ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഈ പാറ്റേൺ ഉപയോഗിച്ച് കളർ ചെയ്തു വെച്ച വൈറ്റ് പേപ്പറിൽ നിന്ന് പെറ്റലുകൾ ഓരോന്നായി കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ നമുക്ക് ആവശ്യമുള്ള അത്രയും പെറ്റൽസ് കട്ട് ചെയ്തെടുക്കാം. പൂവിനകത്ത് കാണുന്ന ചെറിയ നാരുകൾ പോലുള്ള ഈ ഭാഗങ്ങൾ കൂടി ഈ പേപ്പറിൽ നിന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി അല്പം ഫെവിക്കോൾ ഉപയോഗിച്ച് ഈ പേപ്പർ നമുക്കിങ്ങനെ ചുരുട്ടിയെടുക്കാം. ഇങ്ങനെ ചുരുട്ടിയെടുത്ത ഈ പേപ്പർ ഒരു പെറ്റലിനുള്ളിൽ വെച്ച് ഫെവിക്കോളും നൂലും ഉപയോഗിച്ച് ഇങ്ങനെ ഒതുക്കി ഒട്ടിച്ചെടുക്കാം. അതിനുശേഷം മറ്റൊരു പെറ്റലെടുത്ത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡായി ഒട്ടിച്ചു കൊടുക്കാം. നൂലുകൊണ്ട് ചുറ്റി ഒന്നുകൂടി ഷേപ്പാക്കിയും എടുക്കാം. അടുത്ത പെറ്റലെടുത്ത് ഇതിൻ്റെ ഗ്യാപ്പിലേക്ക് വെച്ചു കൊടുക്കാം. ഇങ്ങനെ ചെറുതും വലുതുമായ നിരവധി പൂവുകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇനി ഈ പൂവുകൾക്ക് ആവശ്യമായ കാലിക്സ് കൂടി ഈ പച്ച ക്രേ പേപ്പറിൽ നിന്ന് നമുക്ക് കട്ട് ചെയ്യാം. ഇത് ഓരോന്നായി എടുത്ത് ഓരോ പൂവിലും നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഈ പൂവിൻ്റെ മുകൾ വശത്തെ മൊട്ടുകൾ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം.
ഇതുപോലെ അല്പം വേസ്റ്റ് ചുരുട്ടിയെടുത്ത ശേഷം ഈ ഗ്രീൻ പേപ്പറിൽ നിന്ന് ഇതളുകൾ പോലെ 2 പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതിലൊന്നിനുള്ളിലേക്ക് ഈ വേസ്റ്റ് പീസ് വെച്ച് ഫെവിക്കോൾ കൊണ്ട് ആദ്യം നമുക്ക് ഒട്ടിച്ചെടുക്കാം. അടുത്ത പീസ് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡായി വെച്ച് കൊടുക്കാം. ഇതുപോലെ നൂല് കൊണ്ട് കെട്ടിയ ശേഷം അതിൻ്റെ അഗ്രത്ത് അല്പം ഫെവിക്കോൾ തേച്ച് ഇതുപോലെ ചുരുട്ടി ഷാർപ്പാക്കി എടുക്കാം. ഗ്ലാഡിയോലിൻ്റെ ഒരു തണ്ടിൽ തന്നെ ഇതുപോലെ 3-4 മുട്ടുകളും വിടർന്നതും വിടരാത്തതുമായ 4-5 പൂക്കളും ഉണ്ടായിരിക്കും. ഒരു നൂൽക്കമ്പിയിൽ നമുക്ക് ഈ പൂക്കൾ സെറ്റ് ചെയ്തെടുക്കാം. ആദ്യം ഈ മുട്ടുകൾ ഓരോന്നും ഓപ്പോസിറ്റായി കമ്പിയിൽ ഉറപ്പിച്ചെടുക്കാം. മുട്ടുകൾ ഉറപ്പിച്ച ശേഷം ആദ്യം ചെറിയ പൂക്കളും പിന്നെ വലിയ പൂക്കളും ഓരോന്നോരോന്നായി വെച്ച് ക്രേപ്പ് പേപ്പറും ഫെവിക്കോളും ഉപയോഗിച്ച് ചുറ്റിയെടുക്കാം. അങ്ങനെ ഗ്ലാഡിയോൽ ബഞ്ചസ് റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കണേ. ഇനിയും മനോഹരമായ മറ്റൊരു പൂവുമായി ഞങ്ങൾ ഇനിയും വരാം. അതുവരേക്കും ബൈ.